നമസ്കാരം. ഞാൻ സുജാതൻ വാസുദേവൻ. എല്ലാവർക്കും 2024 അഥവാ മലയാള വർഷം 1199 വിഷുഫലത്തിലേക്ക് സ്വാഗതം. 1199 മേടം മുതൽ 1199 കർക്കിടകം 32 വരെയുള്ള ഓരോ നക്ഷത്രക്കാർക്കും അനുഭവപ്പെടുന്ന ഫലങ്ങളാണ് ഈ വീഡിയോയിൽ. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ വീഡിയോയിലേക്ക് സ്വാഗതം. മേടക്കൂറുകാർക്ക് ധനലാഭവും സുഖഭോഗ വസ്തുക്കളുടെ ലഭ്യതയും ഭാര്യാസുഖവും ഉണ്ടാകും. അന്യരിൽ നിന്നും ബഹുമാനം ലഭിക്കും. എങ്കിലും അനാവശ്യ ചെലവുകൾ വന്നുചേരും. വാക്കുകളും പ്രവൃത്തികളും മൂലം ബന്ധുജന അകൽച്ച ഉണ്ടാകും. പിന്നീട് സ്വയം മാറ്റം മൂലം ബന്ധുജന സംയോഗവും കാര്യസിദ്ധിയും വന്നുചേരും. എങ്കിലും ചിലപ്പോഴെങ്കിലും കാര്യവിഘ്നവും വന്നുചേരാം. സന്താനസിദ്ധി ഉണ്ടാകുമെങ്കിലും ഭാര്യയുടെയും സന്താനങ്ങളുടെയും കലഹങ്ങളും അനുഭവപ്പെടാം. ഇടവക്കൂറുകാർക്ക് ധനലാഭവും ഭാര്യാസുഖവും സുഖഭോഗ വസ്തുക്കളുടെ ലഭ്യതയും അന്യരിൽ നിന്നുള്ള അംഗീകാരവും നേതൃത്വശക്തിയും കുടുംബ അഭിവൃദ്ധിയും ബന്ധുജന സംയോഗവും കാര്യസിദ്ധിയും ഉണ്ടാകും. എങ്കിലും തൊഴിൽ സ്ഥാനചലനങ്ങളും ധനക്ഷയങ്ങളും രോഗങ്ങളും ബന്ധുകലഹങ്ങളും കാര്യവിഘ്നങ്ങളും കീർത്തിനാശവും ഇടയ്ക്ക് അനുഭവപ്പെടാം. മിഥുനക്കൂറുകാർക്ക് സാമ്പത്തിക ഉയർച്ചയും ബന്ധുജന ലാഭവും കാര്യവിജയവും കുടുംബൈക്യവും ഭാര്യാസുഖവും ജീവിതസുഖവും ലഭ്യമാകും. അന്യരിൽ നിന്നുള്ള അംഗീകാരം ആജ്ഞാശക്തി നേതൃത്വസിദ്ധി എന്നിവ ഉണ്ടാകും. എങ്കിലും രോഗങ്ങളും ദുഃഖങ്ങളും അനാവശ്യ ചെലവുകളും ശത്രുക്കളിൽ നിന്നുള്ള ഉപദ്രവങ്ങളും കർമ്മവിഘ്നങ്ങളും ചിലപ്പോഴെങ്കിലും അനുഭവപ്പെട്ടേക്കാം. കർക്കിടകൂറുകാർക്ക് സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും. ഇഷ്ടകാര്യങ്ങൾ പലതും ശ്രദ്ധിക്കും. കാര്യവിജയവും ധനലാഭവും കുടുംബൈക്യവും ഭാര്യാസുഖവും ബന്ധുലാഭവും ഉണ്ടാകും. സുഖജീവിതവും അന്യരിൽ നിന്നുള്ള അംഗീകാരങ്ങൾ ലഭിക്കും. എങ്കിലും ധനനഷ്ടവും കാര്യപരാജയവും കലഹവും അഭിമാനക്ഷതവും രോഗങ്ങളും സ്വജന വേർപാടും ചില സമയങ്ങളിലെങ്കിലും അനുഭവപ്പെട്ടേക്കാം. ചിങ്ങക്കൂറുകാർക്ക് ധർമ്മകാര്യങ്ങളിൽ താല്പര്യമുണ്ടാകും. ധനലാഭവും ബന്ധുലാഭവും കുടുംബൈക്യവും ഭാര്യാസുഖവും സുഖഭോഗ വസ്തുക്കളുടെ ലഭ്യതയും ഉണ്ടാകും. എങ്കിലും ചുരുക്കം ചില അവസരങ്ങളിൽ സാമ്പത്തിക നഷ്ടങ്ങളും തൊഴിൽ സ്ഥാനചലനങ്ങളും രോഗങ്ങളും ദുഃഖങ്ങളും കാര്യപരാജയങ്ങളും കലഹങ്ങളും നിലവാരത്തിൽ കുറഞ്ഞ സ്ത്രീകളുമായി സമ്പർക്കവും ഉണ്ടാകാം. കന്നിക്കൂറുകാർക്ക് പല സുഖ അനുഭവങ്ങളും ഉണ്ടാകും. ധനധാന്യ ലഭ്യത, പുരുഷന്മാരാണെങ്കിൽ ഭാര്യാസിദ്ധി, സ്ത്രീകളാണെങ്കിൽ ഭർത്തൃസിദ്ധി, സന്താനസിദ്ധി, കാര്യവിജയം, സന്താന സൗഖ്യം എന്നിവ ഉണ്ടാകും. സന്തോഷവും കുടുംബൈക്യവും ഉണ്ടാകും. ബന്ധുക്കളുടെ സഹായം ഉണ്ടാകും. ധർമ്മകാര്യങ്ങളിൽ താല്പര്യമുണ്ടാകും. എങ്കിലും ഭാര്യ കലഹം, ധനനഷ്ടം, കാര്യപരാജയം, ചെറിയ രോഗങ്ങൾ, മനോദുഃഖം എന്നിവയും ഉണ്ടാകാനിടയുണ്ട്. രോഗങ്ങളുള്ളവർക്ക് രോഗമുക്തിയും ഉണ്ടാകാം. തുലാക്കൂറുകാർക്ക് ധനലാഭവും കാര്യവിജയവും കുടുംബൈക്യവും സന്തോഷവും ബന്ധുലാഭവും സന്താന സൗഖ്യവും ഉണ്ടാകും. ധർമ്മകാര്യങ്ങളിൽ താല്പര്യമുണ്ടാകും. എങ്കിലും സ്ത്രീകൾ നിമിത്തം ഉപദ്രവങ്ങൾ, രോഗങ്ങൾ, ദുഃഖങ്ങൾ, സന്താന അകൽച്ച, ഭാര്യാകലഹം, അഭിമാനക്ഷതം എന്നീ മോശം ഫലങ്ങളും ഈ കാലഘട്ടത്തിൽ അനുഭവപ്പെടാം. വൃശ്ചികക്കൂറുകാർക്ക് കാര്യവിജയങ്ങളുണ്ടാകും. സൗഭാഗ്യസിദ്ധി ഉണ്ടാകും. സാമ്പത്തിക ലഭ്യത ഉണ്ടാകും. സന്താന സൗഖ്യം ഉണ്ടാകും. ബുദ്ധിസാമർഥ്യം പ്രയോജനപ്പെടുത്തും. എങ്കിലും സ്ത്രീകൾ നിമിത്തമുള്ള ഉപദ്രവങ്ങൾ, ഭാര്യാകലഹം,
അഭിമാനക്ഷതം, സന്താന ദുഃഖം എന്നിവയും ചെറിയ തോതിലെങ്കിലും ഉണ്ടാകാം. ധർമ്മകാര്യങ്ങളിൽ താല്പര്യമുണ്ടാകും. ശത്രുഭയവും രോഗങ്ങളും അലട്ടിയേക്കാം. ധനുക്കൂറുകാർക്ക് ധനലാഭം, സന്താനസിദ്ധി, ബന്ധുഗുണം, സുഖഭോഗ വസ്തുക്കളുടെ ലഭ്യത, കാര്യവിജയം, സന്താന സൗഖ്യം, ധർമ്മകാര്യങ്ങളിൽ താല്പര്യം, സുഖാനുഭവങ്ങൾ എന്നിവ ഉണ്ടാകും. എങ്കിലും പൂർണ്ണമായ ഒരു സുഖം ഉണ്ടാകുക പ്രയാസമാണ്. ഭാര്യ സന്താന കലഹം, സന്താന ദുഃഖം, സ്ത്രീകൾ നിമിത്തമുള്ള ഉപദ്രവങ്ങൾ, രോഗങ്ങൾ എന്നിവയും ചില സമയങ്ങളിൽ അനുഭവപ്പെട്ടേക്കാം. മകരക്കൂറുകാർക്ക് ബന്ധുജന സംയോഗം, കാര്യസിദ്ധി, സന്താനം, ഗ്രഹം എന്നിവയുടെ ലഭ്യത, ധനാഗമം, കുടുംബാഭിവൃദ്ധി, സൗഭാഗ്യസിദ്ധി, സന്താന സൗഖ്യം, ജീവിതസുഖം എന്നിവയും ഉണ്ടാകും. എങ്കിലും ഭാര്യയുടെയും സന്താനങ്ങളുടെയും കലഹം, രോഗങ്ങൾ, സ്ത്രീകൾ നിമിത്തമുള്ള ഉപദ്രവങ്ങൾ, ധനം, സുഖം എന്നിവയ്ക്ക് കുറവ് എന്നിവ ചെറിയ തോതിലെങ്കിലും അനുഭവപ്പെട്ടേക്കാം. കുംഭക്കൂറുകാർക്ക് സമൂഹത്തിൽ അംഗീകാരവും ബന്ധുജന സംയോഗവും കാര്യസിദ്ധിയും കുടുംബാഭിവൃദ്ധിയും സൗഭാഗ്യസിദ്ധിയും ധനലാഭവും പ്രതീക്ഷിക്കാം. ഒപ്പം ശത്രുക്കളുടെ ഉപദ്രവവും രോഗങ്ങളും സ്ത്രീകൾ മൂലമുള്ള ഉപദ്രവങ്ങളും കലഹങ്ങളും ബന്ധുനാശവും സ്വജന വേർപാടും ചില സന്ദർഭങ്ങളിലെങ്കിലും അനുഭവപ്പെട്ടേക്കാം. മീനക്കൂറുകാർക്ക് ധനധാന്യ ലഭ്യത, സുഖജീവിതം, അന്യരിൽ ബഹുമാനം കിട്ടുക, അംഗീകാരം കിട്ടുക, ബന്ധുഗുണം, കാര്യവിജയം ഉണ്ടാവുക, സൗഭാഗ്യസിദ്ധി ഉണ്ടാവുക. എങ്കിലും രോഗങ്ങൾ, ആപത്തുകൾ, സ്ഥാനഭ്രംശം, കാര്യവിഘ്നം, ഭാര്യ സന്താന കലഹം, ശത്രുഭീതി എന്നിവയും സൽഫലങ്ങൾക്ക് ഇടയ്ക്കെങ്കിലും മങ്ങലേൽപ്പിക്കും. സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും നന്മയുടെയും വരവറിയിക്കുന്ന വിഷുക്കാലം നിങ്ങളുടെ ജീവിതത്തിലും പ്രകാശം ചൊരിയട്ടെ. വിഷു ആശംസകളോടെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.